അപ്പോൾ മൂന്നാമത്തെ ആങ്ങളയ്ക്ക് ഏകദേശം 1 വയസ്സൊക്കെ ആകുന്നേ ഉള്ളൂ. ആ സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറിന് അസ്വസ്ഥതയോ വേദനയോ ഗ്യാസൊക്കെ വന്നിട്ട് പപ്പ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ വയറ്റിൽ വലിയൊരു ട്യൂമർ വളരുന്നുണ്ട്, ഓക്കെ. എത്രയും പെട്ടെന്ന് അമ്മയെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വേറൊരു ചെറുകുന്നെന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്, ആൻ്റണി ഡോക്ടർ. അതെൻ്റെ വല്യമ്മച്ചിയുടെ കസിൻ, ഇവർ കാഞ്ഞിരപ്പള്ളിക്കാരാണ്. ഓക്കെ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മമ്മീനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ 3-4 പേര് പരിശോധിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ട്യൂമറാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം പപ്പയുടെ പൈസയൊന്നുമില്ല, പെട്ടെന്ന് വന്നതല്ലേ, വെറുതെ പരിശോധിക്കാൻ വന്നിട്ട് പപ്പ പൈസയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ, അന്നിപ്പം വാഹനമൊക്കെ കുറവാണല്ലോ, തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ എമർജൻസി ആയിട്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് മമ്മീനെ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്ത് വരുമ്പോഴാണ് പപ്പ എത്തുന്നത്. അപ്പം പപ്പേനെ കണ്ടപാടെ ഡോക്ടർ കൈകൂപ്പിയിട്ട് സോറി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം പപ്പയോർത്തു മമ്മിക്ക് സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം ട്യൂമർ പെട്ടെന്ന് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് മമ്മിക്ക് അപകടം സംഭവിച്ചതെന്നതുകൊണ്ട് പപ്പ ചോദിച്ചു മമ്മിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം പപ്പ ചോദിച്ചത് അമ്മയ്ക്കും കുഞ്ഞിനും, അപ്പം മറ്റേ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടാണല്ലോ, മൂന്നാമത്തെ കൊച്ച് അമ്മയുടെ മുലപ്പാട് കുടിക്കുന്ന കൊച്ചാണല്ലോ. അപ്പം പപ്പ ചോദിച്ചു എന്താ അമ്മയ്ക്കും കുഞ്ഞിനെന്നും പറഞ്ഞത് എന്താ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അമ്മയുടെ വയറ്റിൽ ട്യൂമറല്ല, 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, വയറ് തുന്നിക്കെട്ടി അവർ വെച്ചു.